ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. സാമ്പാർ സാദമാണ് നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ ഇതൊരു ഒതൻറ്റിക് റെസിപ്പിയാണെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല, പക്ഷേ തീർച്ചയായിട്ടും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാമ്പാർ സാദമാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കണേക്കാളും മുന്നായിട്ട് നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഭാവിയിൽ വീഡിയോസ് കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിനും ഓൾ എന്നുള്ള ഓപ്ഷനിലും കൂടിയിട്ട് ക്ലിക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു സാമ്പാർ സാദ ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് അരി കുതിർത്ത് വെക്കാം. അപ്പോൾ ഞാനിവിടെ ബ്രൗൺ റൈസ്, അതായത് നമ്മുടെ നോർമൽ ചോറ് വെക്കണ മട്ടരിയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഡബിൾ ഹോഴ്സിൻ്റെ മട്ടരിയാണ് കേട്ടോ. അപ്പോൾ 1 കപ്പ് അരി എടുക്കാം. സാമ്പാർ സാദ ഉണ്ടാക്കാനായിട്ട് നമുക്ക് പച്ചരി യൂസ് ചെയ്യാം, അതേപോലെ തന്നെ ബസ്മതി അരി ഉപയോഗിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ പൊന്നി അരി ഉപയോഗിക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഏത് റൈസ് വേണമെങ്കിലും ഈ ഒരു സാദ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം കേട്ടോ. നമ്മൾ നോർമലായിട്ട് ചോറ് വെക്കണം, ആ വെളുത്ത അരി വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ഏത് റൈസ് വേണമെങ്കിലും എടുക്കാം. ഒറ്റൊരു കാര്യമുള്ളൂ, എല്ലാത്തിൻ്റെ വേവ് ഒന്ന് വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ ഈ ഒരു അരിയുടെ വേവ് ആയിരിക്കില്ല ബസ്മതി അരിയുടെ വേവ്, ആ ഒരു വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ 1 കപ്പ് അരി ഞാൻ ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് തുവര പരിപ്പ് വേണം, സാമ്പാർ പരിപ്പ്. ഇത് ഞാൻ എടുത്തിരിക്കുന്നത് 3/4 കപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഏത് കപ്പിലാണോ അരി അളന്നെടുത്തത് അതേ കപ്പിൽ തന്നെ നിങ്ങൾ പരിപ്പും അളന്നെടുക്കുക. അപ്പോൾ 1 കപ്പ് അരിക്ക് 3/4 കപ്പ് തുവരപ്പരിപ്പ് എടുക്കുക കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഒന്നിച്ച് തന്നെയാണ് കുതിർക്കണത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 ബൗളിലായിട്ട് പരിപ്പ് വേറെയും അരി വേറെയായിട്ട് കുതിർക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇത് നമുക്ക് നന്നായിട്ട് കഴുകി വാരി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുതിർത്ത് വയ്ക്കാം. ഒരു 20 മിനിറ്റ് ഇത് കുതിർത്ത് വയ്ക്കാം കേട്ടോ, അടച്ച് വയ്ക്കാം നമുക്ക്. അപ്പോൾ 20 മിനിറ്റ് നമ്മൾ അരി കുതിർത്തതിന് ശേഷം ഒരു 3-4 വട്ടം നമ്മൾ കഴുകിയെടുക്കാം. എന്നിട്ട് വെള്ളം കളഞ്ഞിട്ട് ഒരു പ്രഷർ കുക്കറിലേക്ക് ഈ അരിയും പരിപ്പും കൂടിയിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേവാനുള്ള ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ശരിക്കും ഒരു 3 ഇരട്ടി വെള്ളമാണ് ഒഴിക്കേണ്ടത് കേട്ടോ. ഒരു കഞ്ഞി പോലെയാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പം ഞാനിപ്പോൾ ഏകദേശം ഒരു 5 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏത് കപ്പിലാണോ അരി എടുത്തത് ആ സെയിം കപ്പിൽ തന്നെ 5 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ വലിയ കുക്കറാണ്, അപ്പോൾ വെള്ളം ഇത്തിരി അധികം ഒഴിച്ചാലും പുറത്തേക്ക് ഇങ്ങനെ ചീറ്റി പോകുന്നില്ല. പിന്നെ ഏകദേശം ഒരു 3/4 ടീസ്പൂണോളം ഉപ്പും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് ഇതങ്ങ് അടച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ 5 വിസിൽ വരെയാണ് ഞാൻ വേവിക്കുന്നത്. അപ്പോൾ ഞാൻ യൂസ് ചെയ്തേക്കുന്ന അരി നല്ല വേവുള്ള മട്ടരിയാണ്. ഇതിന് 5 വിസിൽ വേണം വേവാനായിട്ട്. ഇപ്പോൾ ചില മട്ടരിക്കൊക്കെ 1 വിസിലൊക്കെ മതിയാവും. അപ്പോൾ നിങ്ങൾ സ്ഥിരം യൂസ് ചെയ്യണ അരിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ അതിൻ്റെ വേവ് എത്രയാണെന്നുള്ളത്. അപ്പോൾ ഇതിന് നല്ല വേവുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ 5 വിസിൽ കുക്ക് ചെയ്യാണ്. പിന്നെ നിങ്ങളിപ്പോൾ ബസ്മതിയോ പൊന്നി റൈസോ അല്ലെങ്കിൽ പച്ചരിയൊക്കെയാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1-2 വിസിൽ തന്നെ മതിയാവും. ഇത് ശരിക്കും അരി നന്നായിട്ട് സോഫ്റ്റായിട്ട് കുക്കാവണം. അതേപോലെ തന്നെ പരിപ്പ് നല്ലോണം വെന്ത് കുഴയണം. പരിപ്പ് നല്ലോണം വെന്തുടഞ്ഞാലേ നമുക്കതിൻ്റെ ഫ്ലേവർ ഇതിലേക്ക് കിട്ടുള്ളൂ. പക്ഷേ ചോറ് നല്ല സോഫ്റ്റായിട്ട് വേവാൻ വേണം, മനസ്സിലായോ? അപ്പോൾ അങ്ങനെയാണ് നമുക്കിത് വേണ്ട കേട്ടോ. അപ്പോൾ ഇത് വേവാനായിട്ട് എന്തായാലും കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പോൾ ഈ ഒരു ടൈമിൽ വേണമെങ്കിൽ നമുക്ക് ഇതിലേക്കുള്ള ബാക്കി സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാം. അപ്പോൾ ഈ ഒരു അരിയും പരിപ്പും വേവണ ടൈമിൽ ഞാനിവിടെ 2 മുരിങ്ങക്കായ ക്ലീൻ ചെയ്തിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് നീളത്തിലല്ല കേട്ടോ, നമ്മൾ നോർമലായിട്ട് മുരിങ്ങക്കായ കട്ട് ചെയ്യണ നീളത്തിലല്ല അരിഞ്ഞിരിക്കുന്നത്. ഏകദേശം ഒരു 2 ഇഞ്ച് നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്. പിന്നെ വേണ്ടത് ക്യാരറ്റാണ്. ഇവിടെ മീഡിയം സൈസിലുള്ള 2 ക്യാരറ്റ് ഈ ഒരു വലിപ്പത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മുടെ മെയിൻ വെജിറ്റബിൾ. ഈ 2 വെജിറ്റബിൾ എടുത്താൽ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ വേണ്ടത് സവാളയും കൊച്ചുള്ളിയാണ്. സവാള ഞാനിവിടെ ഒരു ചെറിയൊരു സവാള ഇതുപോലെ ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. കൊച്ചുള്ളി ആണെന്നുണ്ടെങ്കിൽ ഒരു 3/4 കപ്പ് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. കൊച്ചുള്ളി അരിയുമ്പോൾ ചെറുതായിട്ട് അരിയണമെന്നില്ല. ഒരു ഉള്ളി ഒരു 2 കഷ്ണമായിട്ടൊക്കെ അരിഞ്ഞാലും മതി കേട്ടോ, ഒരുപാട് ചെറുതായിട്ട് അരിയണമെന്നില്ല. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ അരി ഇവിടെ 5 വിസിൽ വന്നിട്ടുണ്ട്. ഞാൻ ഓഫ് ചെയ്തു. എന്നിട്ട് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ പ്രഷർ പോയതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. നോക്കി, നല്ല അടിപൊളിയായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ചോറാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ട്. പരിപ്പാണെന്നുണ്ടെങ്കിൽ കാണാൻ പോലും പറ്റാത്ത രീതിയിൽ ഇതിനകത്ത് ഇങ്ങനെ അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ തന്നെയാണ് നമുക്ക് വേണ്ടത് കേട്ടോ. പരിപ്പ് നന്നായിട്ട് ഉടഞ്ഞു വന്നാൽ മാത്രമാണ് നമുക്കിതിൻ്റെ ഒരു ഫ്ലേവർ ശരിക്കും കിട്ടുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ അടച്ചങ്ങ് വെച്ചേക്കാം, മാറ്റി വെക്കാം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സാമ്പാർ സാദത്തിൻ്റെ സ്പെഷ്യൽ സാമ്പാർ കൂട്ട് തയ്യാറാക്കി എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് അടി കട്ടിയുള്ള ഒരു ചട്ടി വെച്ചിട്ട് ചൂടാക്കാം. അപ്പോൾ ഈ സാദത്തിന് വേണ്ടിയിട്ടുള്ള സാമ്പാർ പൊടി നമ്മൾ ഫ്രഷായിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് നല്ല മണത്തിൽ സ്പോട്ടിൽ തന്നെ നമ്മൾ വറുത്ത് പൊടിക്കുകയാണ് ചെയ്യണത്. ഇങ്ങനെ ചെയ്യുമ്പോൾ സാമ്പാർ സാദം വേറെ ലെവൽ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതല്ല നിങ്ങൾക്കിപ്പോൾ നോർമലായിട്ട് റെഡിമെയ്ഡായിട്ടുള്ള സാമ്പാർ പൊടി എളുപ്പത്തിൽ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. പക്ഷെ അതൊരു അഡ്ജസ്റ്റ്മെൻറ്റ് സാമ്പാർ സാദത്തിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇങ്ങനെ ചെയ്യണതാണ് കുറച്ചും കൂടി നല്ലത്. ചട്ടി ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്കൊരു 9 വറ്റൽ മുളക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒപ്പം തന്നെ 2 വലിയ ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി ചേർത്ത് കൊടുക്കാം.
എന്നിട്ട് നന്നായിട്ട് അങ്ങ് റോസ്റ്റ് ചെയ്യുക. ഒരു ഹൈ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കുക കേട്ടോ. നമ്മൾ ഇത്രയും വറ്റൽമുളക് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ചെറിയൊരു രീതിയിലൊരു എരിവ് ഉണ്ടാവും സാമ്പാർ സാദത്തിന്. അപ്പം നിങ്ങൾക്ക് ഇത്രയും എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു 5-6 എണ്ണമൊക്കെ ആഡ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ കടലപ്പരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒപ്പം തന്നെ 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ആഡ് ചെയ്യാം. 1 ടീസ്പൂൺ തുവരപ്പരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്യാം. കുറച്ച് നേരം അങ്ങ് റോസ്റ്റ് ആകുമ്പോഴത്തേക്ക് ഇതൊക്കെ ഒന്ന് നന്നായിട്ട് ചൂടായിട്ട് വരും. ചെറുതായിട്ടൊന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി തുടങ്ങും. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് ഇതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർക്കുന്നത് നല്ല ജീരകമാണ്, അതായത് സാധാ നമ്മുടെ ക്യുമിൻ സീഡ്സ്. ഇത് 1 ടീസ്പൂൺ ആണ് കേട്ടോ. ഒപ്പം തന്നെ 1 ടീസ്പൂൺ കുരുമുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഓരോന്ന് ആഡ് ചെയ്യുമ്പോഴും അപ്പം തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കാരണം ഇപ്പം നല്ല ചൂടായിട്ടിരിക്കുകയാണ് ചട്ടിയെ. കൂടെ തന്നെ ഒരു 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില അതേ ഒന്ന് വാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് അപ്പം തന്നെ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കാരണം ഈ മഞ്ഞൾപ്പൊടി ഒന്നും ഒരുപാട് അങ്ങോട്ട് റോസ്റ്റ് ആവേണ്ട കാര്യമില്ല. ആ ചട്ടിയുടെ ഒരു ചൂട് മതിയാവും ഇതൊന്ന് റോസ്റ്റ് ആവാനായിട്ട്. ഒരു 1/2 ടീസ്പൂണോളം കായത്തിൻ്റെ പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നോക്കിയാൽ ഇതിൻ്റെ കളറൊക്കെ നന്നായിട്ട് ചേഞ്ച് ആയി തുടങ്ങിയിട്ടുണ്ട്. എല്ലാം കൂടി നല്ലൊരു സ്മെല്ല് വന്നു തുടങ്ങിയിട്ടുണ്ട്. എല്ലാം നന്നായി മൂത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതെടുത്ത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. കാരണം ഈ ചട്ടിയിൽ തന്നെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇത് ഒന്നുകൂടി മൂത്ത് പോവും. ചിലപ്പോൾ കരിയാൻ ചാൻസ് ഉണ്ട്. മഞ്ഞൾപ്പൊടിയുടെ കളറൊക്കെ മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അപ്പം തന്നെ എടുത്ത് മാറ്റാം. ഇതിപ്പോൾ നല്ല ചൂടിയിരിക്കുകയാണ്. ഈ സമയത്ത് നമുക്ക് പൊടിക്കാൻ പറ്റില്ല. ഒരു 5-6 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം മിക്സിയിൽ ഒരു ചെറിയ ബ്ലെൻഡർ എടുക്കാം. ബ്ലെൻഡറിൻ്റെ അകം വശത്ത് എന്തെങ്കിലും വെള്ളമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് തുടച്ച് മാറ്റാം കേട്ടോ. കാരണം നമുക്കിത് നല്ല നൈസ് പൊടിയായിട്ട് വേണം കിട്ടാനായിട്ട്. എന്നിട്ട് നല്ല ഫൈൻ പൗഡറായിട്ട് വേണം നമുക്കിത് പൊടിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ സ്പെഷ്യൽ സാമ്പാർ പൗഡർ റെഡിയാണ്. ഇത് തുറക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു മണമാണ് കേട്ടോ വരുന്നത്. നല്ല ഫ്രഷായിട്ട് നമ്മൾ സാമ്പാർ പൗഡർ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് അടച്ചിട്ട് നമുക്കങ്ങ് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ സാധനങ്ങളെല്ലാം സെറ്റാണ്. അപ്പോൾ ഇനി നമുക്കിത് സാമ്പാർ സാദമാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത്യാവശ്യം വലിപ്പവും വിസ്താരവും നല്ല കുഴിയൊക്കെ ഉള്ള ഒരു കടായി വെച്ചിട്ട് ചൂടാക്കാം. ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്കൊരു വലിയ ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയും ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. 2-3 വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുക്കാം. ഒപ്പം തന്നെ ഒരു നുള്ളു ഉലുവ ആഡ് ചെയ്ത് കൊടുക്കാം. 2 തണ്ട് കറിവേപ്പില ആഡ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള 1/4 കപ്പ് ചെറിയ ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് ഒത്തിരി ബ്രൗൺ ആവണ വരെ ഒന്നും വഴറ്റണ്ട കേട്ടോ. ജസ്റ്റ് ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരണം. ഈ ഉള്ളിയൊക്കെ ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരണം. നോക്കിയേ, ഈ ഒരു പരുവത്തിൽ വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മുരിങ്ങക്കായും ക്യാരറ്റും ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ ഒരു വെജിറ്റബിൾസിന് വേണ്ടിയിട്ടുള്ള മാത്രം ഉപ്പ് ചേർക്കാം. ഒരു 6-7 മിനിറ്റ് നമുക്ക് ഇങ്ങനെ തന്നെ അങ്ങ് ഇളക്കി കൊടുക്കാം കേട്ടോ. ഒരു 5-6 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഒരു വലിയ തക്കാളി നമുക്ക് ഇതിലേക്ക് ചേർക്കണം. ഇപ്പം ഞാൻ നല്ല വലിയ തക്കാളിയാണ് എടുത്തേക്കണത്. ഇപ്പം നിങ്ങൾ ചെറുതാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ 2 തക്കാളി എടുക്കണേ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഈ വെജിറ്റബിൾസ് നന്നായിട്ട് കുക്കാവണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിക്കണം. അപ്പോൾ ഞാനിവിടെ 1 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കണത്. അതായത് 250 ml വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കിതൊരു അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം. നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഇടയ്ക്ക് നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ഇപ്പോൾ നോക്കിയാൽ ക്യാരറ്റും മുരിങ്ങയൊക്കെ നല്ല സോഫ്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ തവി വെച്ച് ഇങ്ങനെ തൊട്ട് നോക്കാം. ക്യാരറ്റൊക്കെ തൊടുമ്പോഴത്തേക്ക് അതിങ്ങനെ ഉടഞ്ഞു വരണം. ആ ഒരു പരുവം ആവണം കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ചേർക്കണത് പുളിവെള്ളമാണ്. ചെറിയൊരു കഷ്ണം പുളി ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിൽ കുതിർത്ത് വെച്ച് ഒരു 10 മിനിറ്റ് കുതിർത്ത് വെച്ചിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പുളിയുടെ ടേസ്റ്റ് കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ഇത് സാമ്പാർ സാദമല്ല പുളി സാദമായി പോവും. അപ്പോൾ പുളി നിങ്ങളത് സൂക്ഷിച്ച് ഒഴിച്ചാൽ മതി കേട്ടോ. പുളി ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ഒഴിച്ചാൽ മതി. എന്നിട്ട് നോക്കിയിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കാം. ശർക്കര 1/2 ടീസ്പൂണാണ് കേട്ടോ ചേർക്കണത്. ഇതിൻ്റെ എല്ലാ ടേസ്റ്റും കൂടിയിട്ടൊന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശർക്കര ചേർക്കണത്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് തീ നല്ലോണം കുറച്ച് വയ്ക്കുക. ലോ ഫ്ലെയിമിൽ വയ്ക്കുക. എന്നിട്ട് നമ്മുടെ സാമ്പാർ പൗഡർ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു സാമ്പാർ പൗഡർ ഇതിലേക്ക് ഫുള്ളായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് അപ്പം തന്നെ നമുക്കധികം വൈകണ്ട. ഇനി ഇത് കുക്കാവൊന്നും വേണ്ടല്ലോ, സാമ്പാർ പൊടി ഓൾറെഡി കുക്ക്ഡാണ്. നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ചോറും പരിപ്പും കൂടിയിട്ടുള്ള മിക്സ് ആഡ് ചെയ്ത് കൊടുക്കുക. ആ വെള്ളത്തോട് കൂടിയിട്ട് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ല പോലെ ഇളക്കി അങ്ങ് യോജിപ്പിക്കുക. എല്ലാം കൂടിയിട്ട് ഫുള്ളായിട്ട് അങ്ങ് മിക്സായിട്ട് വരട്ടെ. അപ്പോൾ പൊടി ആഡ് ചെയ്ത ടൈമിൽ നമ്മൾ തീ കുറച്ച് വെച്ചിരിക്കുകയായിരുന്നില്ലേ, നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കാം. അപ്പോൾ നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഉപ്പ് നോക്കാം. നമ്മളെല്ലാത്തിലും സെപ്പറേറ്റ് ആയിട്ട് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാലും ഈ ഒരു സമയത്ത് നോക്കിയിട്ട് പോരാത്ത ഉപ്പ് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ.
ഉപ്പൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ആഡ് ചെയ്യാം. എല്ലാം കൂടി മിക്സായി കഴിയുമ്പോഴത്തേക്കാണ് നമ്മുടെ സാമ്പാർ സാദത്തിൻ്റെ ഫ്ലേവറൊക്കെ അങ്ങ് പുറത്തോട്ട് വരിക. അന്നേരം ആ ഒരു സ്മെല്ലിന് തന്നെ നമുക്കതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റും കേട്ടോ. ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റും കൂടി നമ്മളിനി ആഡ് ചെയ്യാനുണ്ട്. അത് മല്ലിയിലയാണ്. മല്ലിയില നല്ല ചെറുതാക്കി അരിഞ്ഞിട്ട് ഒരു കൈപ്പിടി, ഒരു വലിയ കൈപ്പിടി മല്ലിയില നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. അന്നേരത്തേക്ക് ഒന്ന് തിളയൊക്കെ വന്ന് തുടങ്ങും, ഒന്ന് തിളച്ച് തുടങ്ങും. അപ്പോൾ ഇനി ലാസ്റ്റായിട്ട് നമുക്കൊരു 1-2 ടേബിൾ സ്പൂൺ നെയ്യ്, ഉരുകിയ നെയ്യ് ഇതിൻ്റെ മേലെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ നെയ്യ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലെണ്ണയോ വെളിച്ചെണ്ണയോ ഒഴിക്കാം കേട്ടോ. കുറച്ച് മല്ലിയിലയും കൂടിയിട്ട് ഫൈനലി ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾ തന്നെ ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ രുചി അറിയാം. ഇപ്പം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും ടൈം എടുത്തെങ്കിലും ഉണ്ടല്ലോ, അങ്ങനെ വലിയ ഒരു പണിപ്പാടൊന്നും ഇല്ല കേട്ടോ. ഒരുപാട് എഫേർട്ടൊന്നും ഇതിനകത്ത് ഇടുന്നില്ല. എന്നാൽ അത്ര എളുപ്പവുമല്ല. പക്ഷേ ലാസ്റ്റ് നമ്മൾ ടേസ്റ്റ് ചെയ്യുമ്പോണ്ടല്ലോ ഇത്രയും നേരം പണിയെടുത്തത് വെറുതെ ആവില്ല എന്ന് മനസ്സിലാവും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സ് ഒക്കെ എന്നെ അറിയിക്കുക കമൻറ്റായിട്ട്. അത് മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കണിലും ഓൾ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.